സ്വഹീഹുൽ ബുഖാരി ദർസ് 108 കിതാബുൽ വുദൂ അടുത്ത അധ്യായം ബാബു മല്ലം യതവദ്ദ ഇല്ലാ മിനൽ ഗശ്ശിൽ മുസ്ഖിൽ. ബാബു അധ്യായം മല്ലം യതവദ്ദ വുദൂ ചെയ്യാത്തവരെ സംബന്ധിച്ച് ഇല്ലാ മിനൽ ഗശ്ശിൽ മുസ്ഖിൽ. ഗശ്ശ് എന്ന് പറഞ്ഞാൽ ഒരു തലചുറ്റല്, മൂടല് എന്നൊക്കെ പറയാം, തളർച്ച. എന്നാൽ അത് അബോധാവസ്ഥയോളം പോകുന്നില്ല. അങ്ങനെ അൽ മുസ്ഖിൽ കനത്തതായ, അപ്പൊ കനത്തതായ വശിയില്ലാതെ വുദൂ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വുദൂ മുറിയുകയില്ല എന്ന്. അബോധാവസ്ഥ കൊണ്ട് വുദൂ മുറിയും. അപ്പൊ ഈ വശി എന്ന് പറയുന്നത് അത് ഒരു തരം തളർച്ച, തലചുറ്റല് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ അത് ശക്തമായാൽ അത് യൗമ ആയി മാറും. യൗമ എന്ന് പറയുമ്പോൾ അബോധാവസ്ഥ. അബോധാവസ്ഥ ആണെങ്കിൽ വുദൂ എടുക്കണം, വുദൂ മുറിയുന്ന അർത്ഥം, വുദൂ ഉള്ള ആളാണെങ്കിൽ. ഹദീസ് നമ്പർ 184. حدثنا إسماعيل قال حدثني مالك عن هشام بن عروة عن امرأته فاطمة عن جدتها أسماء بنت أبي بكر أنها قالت. അബൂ ബക്കർ റളിയല്ലാഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ എന്നുള്ള നിവേദനമാണ്. അവർ പറയുന്നു, ആതൈതു ആയിഷത സൗജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. ഹീന ഖസഫത്തി ശംസു, സൂര്യൻ ഗ്രഹണം ബാധിച്ചപ്പോൾ. ഫഇദൻ നാസു ഖിയാമുൻ യുസല്ലൂന, ഇപ്പോൾ ജനങ്ങളൊക്കെ ഗ്രഹണ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദാ ഹിയ ഖായിമത്തുൻ തുസല്ലി, അവരും, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയും ഗ്രഹണ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, മാലിന്നാസ്, എന്താ ജനങ്ങൾക്ക് പറ്റിയത്? ഫഅശാറത്ത് ബിയദിഹി നഹ്വസ് സമായി, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണല്ലോ, അവരുടെ കൈ കൊണ്ട് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു, ഇഷാറത്ത് കാണിച്ചു. വഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയും ചെയ്തു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ആയത്തൻ, എന്തെങ്കിലും ദൃഷ്ടാന്തമാണോ? ഫഅശാറത്ത്, അപ്പോൾ അവർ ചൂണ്ടി ആംഗ്യം കാണിച്ചു, ഐ നാം, അതെ എന്ന്. ഫഖുംതു ഹത്താ തജല്ലാനി അൽ ഗശ്ശി, അങ്ങനെ ഞാനും നിസ്കരിക്കാൻ തുടങ്ങി അവരെ കൂട്ടത്തിൽ. ഗ്രഹണസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും. ഞാനും ഗ്രഹണസ്കാരം നിർവഹിക്കാൻ തുടങ്ങി. ഹത്താ ഇതുവരെ തജല്ലാനി അൽ ഗശ്ശി, എന്നെ തളർച്ച അല്ലെങ്കിൽ ഒരു തലചുറ്റൽ, തലകറക്കം ഒക്കെ ബാധിക്കുന്നത് വരെ. അതായത് നിസ്കാരം ദൈർഘ്യമേറിയ നിസ്കാരമായതുകൊണ്ട് ക്ഷീണം സംഭവിച്ചു. ആർക്ക്? അസ്മാ റളിയല്ലാഹു അൻഹക്ക്. അതാണ് ഇവിടെ ഈ ടൈറ്റിലുമായിട്ടുള്ളൊരു ബന്ധം. ജഅൽതു അസുബ്ബു ഫൗഖ റഅസി മാഅൻ, അപ്പൊ ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഏത്? ഈ തളർച്ച അല്ലെങ്കിൽ ഈ തലചുറ്റലിൽ നിന്ന് ഒരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വുദൂ മുറിയുന്നില്ല എന്നർത്ഥം, വുദൂ രണ്ടാമത് എടുത്തിട്ടില്ല. ഫലമ്മൻ സ്വറഫ, അങ്ങനെ ഗ്രഹണസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണസ്കാരം കഴിഞ്ഞപ്പോൾ ഹമിദല്ലാഹ വഅസ്ന അലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ സനാ ചെയ്യുകയും ചെയ്തു. സുമ്മ ഖാൽ, എന്നിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ഖുതുബയിൽ എന്താണ് പറഞ്ഞത്? മാ മിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു ഇല്ലാ റഅയ്തുഹു ഫി മഖാമി, എനിക്ക് മുമ്പ് കാണിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ഈ സ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഹത്തൽ ജന്നത്തു വന്നാർ, ജന്നത്തും നാറും വരെ, സ്വർഗം നരകം വരെ ഞാൻ നേരിട്ട് ഈ ഒരു സ്ഥാനത്ത് വെച്ച് ഇപ്പോൾ ഇവിടെ കാണിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഫഊഹിയ ഇലയ്യ, അപ്പോൾ എനിക്ക് വഹി നൽകപ്പെട്ടു, അന്നക്കും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. മിസ്ല ഔ ഖരീബൻ ഔ ഖരീബ ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാഉ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇത് അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മറ്റൊരാളാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയണേ, അസ്മാ റളിയല്ലാഹു അൻഹ പിന്നെ നിങ്ങൾ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഖരീബ, അതിന് സമാനമായിട്ട് പരീക്ഷിക്കപ്പെടും. ഖബറിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്നു പറഞ്ഞല്ലോ, അത് മിസ്ല എന്നാണോ ഖരീബ എന്നുള്ള വാക്കാണോ പറഞ്ഞതെന്നുള്ള സംശയം. ഇതുവരെ മസീഹുദ്ദജാലിന്റെ ഫിത്തന പോലെ, മസീഹുദ്ദജാലിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ട്, അതിനോട് അടുത്താണ് ഖരീബ് എന്നാണ് വാക്കിനർത്ഥം. മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ, അതിലേത് വാക്കാണ് ഉപയോഗിച്ചതെന്ന് ഉറപ്പില്ല എന്നർത്ഥം.
യുഖാലു എന്നിട്ട് പറയപ്പെടും മാ ഇൽമുക ബിഹാദർ റജുൽ, ഇദ്ദേഹവുമായി നിനക്ക് എന്താണ് അറിവുള്ളത് എന്ന്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഖബറിൽ വെച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, എന്തറിവാണ് നിനക്ക് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദ്യം വരും ഖബറിൽ വെച്ച്. ഫഅമ്മൽ മുഅ്മിനു, അപ്പോൾ മുഅ്മിൻ, അവിൽ മൂഖിനു ലാ അദ്രി ബി അയ്യിഹിമാ ഖാലത്ത് അസ്മാഉ, അതായത് മുഅ്മിൻ എന്നാണോ പറഞ്ഞത് മൂഖിൻ, മൂഖിൻ ആണ് ദൃഢവിശ്വാസി, മുഅ്മിൻ ആണ് വിശ്വാസി. അതിൽ ഏത് വാക്കാണ് അസ്മാഉ അള്ളാഹുവിനെ പറഞ്ഞെന്ന് ഉറപ്പില്ല, എനിക്കറിയില്ല എന്ന് ഉപനിവേദക പറയാണ്. ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, അപ്പോൾ നല്ല ദൃഢബോധ്യമുള്ള സത്യവിശ്വാസി പറയും എന്ത്, ഇത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എന്ന് പറയും. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തവും ഹുദാ സന്മാർഗവുമായി ഞങ്ങളുടെ അടുത്ത് വന്നതാണ്, ആ നബിയാണിത്. അജബ്ന വത്തബഅന, അങ്ങനെ ഞങ്ങൾ ഉത്തരം നൽകി, ഞങ്ങൾ പിന്തുടർന്നു. ആ നബിക്ക്, ആ നബിയുടെ ദഅവത്തിന് ഞങ്ങൾ ആ ദഅവത്ത് സ്വീകരിച്ചു, അതിന് ഞങ്ങൾ ഉത്തരം നൽകി നടത്താം, ഞങ്ങൾ ആ നബിയെ പിൻപറ്റുകയും ചെയ്തു. ഇത്തിബാഉർ റസൂൽ ഹുവ മുഹമ്മദുൻ സലാസ, ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറയും. ഫിഖാൽ, അപ്പോൾ പറയപ്പെടും നം സ്വാലിഹ, നീ സ്വാലിഹായിട്ട് നല്ല നിലക്ക് ഉറങ്ങിക്കോളൂ. ഖദ് അലിംന ഇൻ കുന്ത ലമുഖിനം ബി, ഞങ്ങൾക്കിത് അറിയായിരുന്നു, നിനക്കത് അറിയാമെന്ന് എന്ന് ചോദ്യം ചോദിക്കുന്ന മലക്കുകൾ പറയുന്നതാണ്. അമ്മൽ മുനാഫിഖ്, എന്നാൽ മുനാഫിഖിന്റെ അവസ്ഥ എന്താണ്? അവൽ മുർത്താബു, അല്ലെങ്കിൽ സംശയമുള്ള ആള്, ദൃഢവിശ്വാസമില്ലാത്ത ആള്. അയാൾ എന്താ പറയാ, ലാദിരി അയ്യദാലിക കാലത്ത് അസ്മ, മുനാഫിഖ് എന്നാണ് മുർത്താബ് എന്നുള്ള വാക്കാണ് അസ്മാ അള്ളാഹിനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ലാന്ന് ഉപനിവേദകർ പറയാണ്. അപ്പൊ യഖൂൽ, അപ്പൊ ആ മുനാഫിഖ് കപടവിശ്വാസി പറയും ലാദിരി, എനിക്കറിയില്ല. സമയത്തുന്നാസി യഖൂലൂന ഷൈഅൻ ഫഖുൽതു, ജനങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും അത് പറഞ്ഞു, അല്ലാതെ എനിക്ക് ഇദ്ദേഹത്തെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയും എന്ന്.